വീട്ടുജോലിക്കാരി മന്ത്രിയായ കഥ. കുറച്ചു കാലം മുമ്പ് വരെ പ്രതിമാസം 2500 രൂപ ശമ്പളത്തിൽ വീട്ടുജോലിക്കാരിയായിരുന്നവൾ ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ ഒരാളായി. പശ്ചിമ ബംഗാളിലെ ഓസ്ഗ്രാം സീറ്റിൽ നിന്ന് വിജയിച്ച BJP MLA ലളിത മാജിയാണ് ഈ വനിത. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ മന്ത്രിസഭയിൽ 35 മന്ത്രിമാരിൽ ഒരാളാണ് കലിത. മോദിജി എന്നെ പദവിയിലെത്തിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനൊരു MLA ആകുമെന്ന് പോലും സങ്കല്പിച്ചിട്ടില്ല, പിന്നല്ലേ മന്ത്രി, അവർ പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കലിത മാജിക് ഔപചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നു. കുടുംബം പോറ്റാൻ ഒന്നിലധികം വീടുകളിൽ ജോലിക്കാരിയായി മാറി. ബൂത്ത് ലെവലിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ലളിത മാജി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് പരാജയപ്പെട്ടെങ്കിലും ഇക്കുറി വിജയിച്ചു. മന്ത്രിസഭയിൽ ഇടം ലഭിക്കുകയും ചെയ്തു. സുവേന്ദു അധികാരി മന്ത്രിസഭയിൽ വിപ്ലവം സൃഷ്ടിച്ച BJPയുടെ ഈ വീട്ടമ്മ പറഞ്ഞു, മോദിജി കാട്ടിയത് അത്ഭുതം. ഞാനൊരു MLA ആകുമെന്നോ ഒരു മന്ത്രിയാകുമെന്നോ സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. ഗുസ്കര മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന കലിത രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പ്രദേശത്തെ വീടുകളിൽ വീട്ടുജോലിക്കാരിയായിരുന്നു. BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോഴും കലിത വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തിരുന്നു. പ്രതിമാസം 2500 രൂപയാണ് വരുമാനമായി ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. ബൂത്തുതല പ്രവർത്തകയായാണ് കലിത മാജി തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 2014 മുതൽ ഞാൻ BJPക്കായി പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എൻ്റെ ശ്രദ്ധ സ്വന്തം മണ്ഡലത്തിൽ മാത്രമായിരുന്നു. ഇപ്പോൾ അത് മാത്രം അല്ല, വലിയ ചുമതല കൂടി എന്നിലേക്കെത്തി, മന്ത്രി മാജി പറഞ്ഞു. തൃണമൂലിൻ്റെ ശ്യാമപ്രസന്ന ലോഹറിനെ 12,535 വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും കലിത 16,815 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഭർത്താവ് ഇപ്പോഴും പ്ലംബറായി ജോലി ചെയ്യുന്നു. ഇവർക്ക് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്.